നമസ്കാരം. മനസ്സും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അതീവ സങ്കീർണമാണ്. ഇന്നത്തെ സബ്ജക്റ്റ് ഓവർ തിങ്കിങ്, അമിത ചിന്തയെക്കുറിച്ചാണ്. ഓവർ തിങ്കിങ് വരാനുള്ള കാരണം എന്താണ്, അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. മനുഷ്യ മനസ്സ് ഓരോ നിമിഷവും പല പല ചിന്തകളിൽ കൂടി കടന്നു പോവുകയാണ്. അതിൽ പോസിറ്റീവായിട്ടുള്ളതുണ്ട്, നെഗറ്റീവായിട്ടുള്ളതുണ്ട്. ഇനി നെഗറ്റീവും പോസിറ്റീവും ഒന്നും അല്ലാത്തതുണ്ട്. ഓർമ്മകളുണ്ട്. ഈ ഓർമ്മകളും ചിന്തകളും രണ്ടും രണ്ടാണ്. ആക്ച്വലി എന്താണ് ചിന്ത? നമ്മളോട് തന്നെ ബന്ധപ്പെടുന്ന ഒരാശയവിനിമയമാണ് ചിന്ത. ഇനി ഒരു ചിന്തയും ഇല്ലാത്ത ശൂന്യമായ അവസ്ഥയുണ്ട് മനുഷ്യ മനസ്സിന്. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ചിന്തകൾ വളരെ അത്യാവശ്യമാണ്. എങ്കിലും പലപ്പോഴും ഇത് അമിതമാകാറുണ്ട്. അതിന് ഉപബോധ മനസ്സുമായിട്ട് വളരെയേറെ ബന്ധമുണ്ട്. സ്വാഭാവികമായിട്ടും ഓവർ തിങ്കിങ് ഉണ്ടാകുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അമിതമായി ഉത്കണ്ഠപ്പെടുമ്പോഴാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അമിതമായ ടെൻഷൻ അനുഭവിക്കുമ്പോഴാണ് ഓവർ തിങ്കിങ് വരുന്നത്. ഇനി പേഴ്സണലായിട്ടുള്ളതാണെങ്കിലും സാമൂഹ്യപരമായിട്ടുള്ളതാണെങ്കിലും അവിടെ ഒരു അസ്വസ്ഥത അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് ഓവർ തിങ്കിങ്ങിൻ്റെ. ഇവിടെ ചിന്തിക്കുന്ന ആൾക്ക് വ്യക്തമായിട്ടറിയാം ഏത് വിഷയത്തെക്കുറിച്ചാണ് അമിതമായിട്ട് ചിന്തിക്കുന്നത്, ഏത് വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ അസ്വസ്ഥതയുള്ളത്, ഏതൊക്കെ വഴിയിൽ കൂടിയാണ് ചിന്തകൾ കടന്നു പോകുന്നതൊക്കെ ഉള്ളത് അവർക്കറിയാം. പക്ഷേ അതിൻ്റെ ഒരു ബേസിക് റീസൺ ഒരു പക്ഷേ അവർക്കറിയണമെന്നില്ല. എന്തിനെക്കുറിച്ചെങ്കിലുമുള്ള ഒരു ഭയം, ഒരു പക്ഷേ ഭയമായിരിക്കാം ഈ അമിത ചിന്തയുടെ ബേസിക് റീസണായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ അമിത ചിന്തയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിനകത്ത് എന്തോ ഒരു ഭയമുണ്ട്, എന്തോ ഒരു സാഹചര്യത്തെ ഈ വ്യക്തി ഭയക്കുന്നു. അതാണ് ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള റീസൺ, ഭയമാണ്. ഒരുപക്ഷെ ഈ ഭയം തന്നെ ആ വ്യക്തിയുടെ ഉപബോധ മനസ്സിൻ്റെ പരിമിതമായ അറിവിൻ്റെ ഫലമായിരിക്കാം. അയാൾ ഭയക്കുന്നത് ചിലപ്പം വെറുതെ ആയിരിക്കും. ഭയക്കുന്ന കാര്യത്തിനകത്ത് അടിസ്ഥാനപരമായിട്ട് അല്ലെങ്കിൽ യുക്തിപരമായി യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതായിരിക്കും. മിക്കവാറും ഈ ഭയം വ്യക്തിപരമായി ബന്ധപ്പെട്ടതായിരിക്കും, വ്യക്തികളുമായിട്ട്, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ളതായിരിക്കും. ഈ മൂന്ന് മേഖലയായിട്ടും ബന്ധപ്പെട്ടിട്ടാണ് കൂടുതലും ആൾക്കാരുടെ ഭയവും ചിന്തകളും ഒക്കെ കടന്നു പോകുന്നത്. പലപ്പോഴും അമിതമായ ചിന്ത വരുമ്പോൾ പ്രശ്നത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. 90% പ്രശ്നത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ വിരളമാണ്. കാരണം ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് യഥാർത്ഥത്തിൽ അവിടെ ചിന്തയല്ല, പ്രവൃത്തിയാണ് ആവശ്യം. അപ്പോൾ പ്രവൃത്തിതലം കൂടുതലായി മെച്ചപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് ആ ഊർജം ചിന്തയിലേക്ക് ഡൈവേർട്ട് ചെയ്യപ്പെടുന്നു. കാരണം ചിന്തിക്കുന്നത് ഒരു ഈസി പ്രോസസ്സിംഗ് ആയിട്ടാണ് മൈൻഡ് കാണുന്നത്. സംസാരിക്കുന്നത്, ചിന്തകളൊക്കെ ഈസി ആയിട്ടാണ് മൈൻഡ് കാണുന്നത്. പക്ഷേ പ്രവൃത്തിതലം വളരെ ദുഷ്കരമാണ്. അപ്പോൾ ഒരു പ്രോബ്ലം വരുന്നെന്ന് തോന്നുമ്പം, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്രോബ്ലം വരുന്നതിന് മുമ്പേ, ചിലവർ യഥാർത്ഥത്തിൽ പ്രോബ്ലം വരുന്നതിന് മുമ്പേ ഭാവന കണ്ട് അങ്ങനെ ഒരു പ്രോബ്ലം വരാമോ എന്ന് കണ്ടിട്ടായിരിക്കും അവരുടെ അമിതമായ ചിന്ത കടന്നു പോകുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല, ഫ്യൂച്ചറിൽ സംഭവിച്ചേക്കാവുന്ന അപകടത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവസ്ഥയെക്കുറിച്ച് ഇപ്പോഴേ അമിതമായിട്ട് ചിന്തിക്കുക അല്ലെങ്കിൽ ഭയക്കുക. അത് കൂടുതലും മനസ്സ് പെർഫെക്ഷൻ തേടുന്നൊരവസ്ഥയാണ്. വർത്തമാനകാലത്തിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്, ഭാവിയിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്, ഉണ്ടാകുമോ എന്ന ചിന്ത, ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് പലർക്കും. ഇനി അമിതമായിട്ട് ചിന്തിക്കുന്നത് എത്ര പോസിറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിലും ആക്ച്വലി അത് നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ എങ്ങനെ ഇതിനെ നിയന്ത്രിക്കാം, ഈ അമിത ചിന്ത എങ്ങനെ ഇല്ലാതാക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ വളരെ കുറച്ച് കൊണ്ടുവരാം? അതിനാദ്യമായിട്ട് വേണ്ടത് എന്തിനെക്കുറിച്ചാണ് അമിതമായിട്ട് ചിന്തിക്കുന്നത് അത് നിരീക്ഷിക്കുക. ചിന്തകളെ നിരീക്ഷിക്കുക. എന്തിനെക്കുറിച്ചുള്ള ചിന്തയാണ് കണ്ടിന്യൂസ് ആയിട്ട് മനസ്സിൽ ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കാതിരിക്കുന്നത്, എനിവേ അത് നിരീക്ഷിക്കുക. ചിന്തകളെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അടുത്തതായിട്ട് ചിന്തിക്കുന്ന വിഷയത്തെക്കുറിച്ച്, അമിതമായിട്ട് ചിന്തിക്കുന്ന വിഷയത്തെക്കുറിച്ച് മാക്സിമം സംഭവിച്ചേക്കാവുന്ന കാര്യം എന്താണ്, അല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്, അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുക. പക്ഷേ ആ വിശകലനം യുക്തിപരമായിരിക്കണം.
ഇനി അതിനെക്കുറിച്ച് നമുക്കറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കോൺഷ്യസായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഓർക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഓരോ വ്യക്തികൾക്കും രണ്ട് ലോകമുണ്ട്. എല്ലാവർക്കും രണ്ട് ലോകമുണ്ട്. ഒന്ന് നമ്മൾ ഈ കാണുന്ന വെളിയിൽ കാണുന്ന ലോകം, മറ്റൊന്ന് നമ്മുടെ ഉള്ളിൽ ഓരോ മനുഷ്യ മനസ്സിലും ഉള്ള ചിന്തകളാൽ രൂപപ്പെടുത്തിയെടുത്ത ഒരു ലോകം, അനുഭവങ്ങൾ, ചിന്തകളെല്ലാം അതിനകത്തുണ്ട്. ഒരു വേൾഡാണ്, ഒരു മനുഷ്യ മനസ്സെന്ന് പറയുന്ന ഒരു വേൾഡാണ്. മറ്റൊന്ന് പുറമേയുള്ള വേൾഡ്. യഥാർത്ഥത്തിൽ പുറമേയുള്ള വേൾഡ് മറ്റാർക്കും നിയന്ത്രിക്കാനൊക്കത്തില്ല. ഒരു വ്യക്തിക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല പുറമേയുള്ള ഈ ലോകം. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു വേൾഡ്, അതിനെ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ ഒരു പരിധി വരെ. ഇനി നിങ്ങൾ ഓവറായിട്ട് ചിന്തിക്കുന്ന ആ സബ്ജക്റ്റ് ഈ പുറമേയുള്ള ലോകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണോ അതോ നിങ്ങളുടെ ഉള്ളിലുള്ള ലോകവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണോ എന്ന് തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുള്ള വേൾഡ്, ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള വേൾഡ് പുറം ലോകം കാണുന്നില്ല. മറ്റാർക്കും അറിയില്ല ഒരു വ്യക്തിയിൽ എന്താണ് അയാൾ ചിന്തിക്കുന്നത്, അയാളുടെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്. ഇതൊന്നും മറ്റാർക്കും അറിയാൻ സാധിക്കത്തില്ല. ഇതുപോലെ തന്നെയാണ് അവർക്കും. നിങ്ങൾക്കും മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളോ ചിന്തകളോ കൂടുതലും അറിയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങളും മറ്റുള്ളവർക്കും അറിയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ ഏത് ആറ്റിറ്റ്യൂഡിൽ നിങ്ങളെ കാണണം എന്നുള്ളത് അയാളുടെ തീരുമാനമാണ്. നിങ്ങൾക്കതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. എന്നാൽ അത് ഏത് രീതിയിൽ, അയാളുടെ പ്രവർത്തനങ്ങളും അയാളുടെ തീരുമാനങ്ങളുമൊക്കെ ഏത് രീതിയിൽ നിങ്ങൾ സ്വീകരിക്കണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. അതിനെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയും. യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതലായിട്ട് നമ്മൾ ഭയക്കുന്നതും ഉത്കണ്ഠപ്പെടുന്നതും. അപ്പോൾ നമുക്കതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുന്നതാണോ എന്ന് ആലോചിക്കുക. അതല്ല നമുക്കതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, നമുക്ക് ആ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു, പിന്നെ വേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളെ നമ്മൾ നിരീക്ഷിക്കുക, ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അലസമായി നിരീക്ഷിക്കുക. ആ ഓർമ്മകളോടും അല്ലെങ്കിൽ ആ കടന്നു വരുന്ന ചിന്തകളോടും നമ്മൾ മറുപടി പറയരുത്. ഒരിക്കലും നമ്മൾ അതിനോട് ആൻസർ പറയാൻ പോകാതിരിക്കുക. ആക്ച്വലി ചിന്ത എന്ന് പറയുന്ന ഒരു ഊർജ്ജമാണ്. ആ ഊർജ്ജത്തിന് വേണ്ടി ആ ചിന്തയ്ക്ക് ഊർജ്ജം വേണം, അതിന് വളർന്നു വരാനായിട്ട് ഊർജ്ജം വേണം. അങ്ങനെ ഒരു ഊർജ്ജം കൊടുക്കാതിരിക്കുക. ആ തലത്തിൽ നമ്മൾ അലസമാവുക. ചിന്താതലത്തിൽ ബോധപൂർവ്വം ഒരു അലസത സൃഷ്ടിക്കുക. അലസതയോടെ മനസ്സിനെ നിരീക്ഷിക്കുക. താല്പര്യമായിട്ടല്ല. താല്പര്യമായിട്ട് നമ്മൾ നിരീക്ഷിക്കാൻ പോയാൽ വീണ്ടും വീണ്ടും ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. പക്ഷേ അലസമായിട്ട് നിരീക്ഷിച്ച് അതിനെ മറുപടി പറയാതിരിക്കുക, അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കാതിരിക്കുക, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു കാര്യത്തിനോട് വേണേൽ പ്രതികരിക്കാതിരിക്കാൻ പറ്റും. നമ്മുടെ മനസ്സിൽ പല ഓർമ്മകളും വരും. ഈ ഓർമ്മകളോടൊക്കെ നമുക്ക് പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. എന്ന് വെച്ചാൽ നോ ആൻസർ, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ. അതുമല്ലെങ്കിൽ ഐ ഡോണ്ട് നോ. ആക്ച്വലി ഇത് നമ്മൾ പറയുമല്ല, ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഈ ചിന്തയെ നോക്കിക്കാണണം. അപ്പം നമ്മൾ താല്പര്യം കാണിക്കുന്നില്ലെന്ന് കണ്ടാൽ സ്വാഭാവികമായിട്ട് ചിന്തയുടെ ആ കാഠിന്യം പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങും. ആക്ച്വലി ഇത് തന്നെയാണ് മെഡിറ്റേറ്റീവ് മൈൻഡ് എന്ന് പറയുന്നത്. ടു ബി ആൻ ഒബ്സർവർ, അത് തന്നെയാണ് മെഡിറ്റേറ്റീവ് മൈൻഡ്. ആ ഒരു മെഡിറ്റേറ്റീവ് മൈൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ചിന്തകളെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി അതാണ്. അങ്ങനെ ഒരു മെഡിറ്റേറ്റീവ് മൈൻഡ് ക്രിയേറ്റ് ചെയ്താൽ ഇനി പുറം ലോകത്ത് എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ ഉള്ളിലുള്ള ലോകം വളരെ ശാന്തമായിരിക്കും, വളരെ ഹാപ്പി ആയിരിക്കും. അതാണ് തിരിച്ചാകുന്നതിനേക്കാൾ നല്ലത്. എനിവേ, മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.